നികുതി വെട്ടിച്ചുള്ള സ്വർണ്ണ കച്ചവടം കേരളത്തിൽ വ്യാപകമാകുന്നതായി കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് തടയാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് കൺവീനർ എം.പി. അഹമ്മദ് ആവശ്യപ്പെട്ടു. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയുക, നികുതി നൽകിയുള്ള സ്വർണ്ണ കച്ചവടം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഈ മേഖലയിൽ 50,000 കോടി രൂപയുടെ വ്യാപാരമാണ് GSTയിലൂടെ നടക്കുന്നത്. 2 ലക്ഷം കോടിയുടെ കച്ചവടം അനധികൃതമായും നടക്കുന്നുണ്ട്. സത്യത്തിൽ നികുതി ഇനിയും കുറയ്ക്കണം. നികുതി റേറ്റുകൾ കുറയ്ക്കുകയും എല്ലാവരും നികുതി കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും കഴിഞ്ഞാൽ ഇപ്പം കിട്ടിക്കൊണ്ടുകൊടുക്കുന്നതിനേക്കാൾ ഒരു വലിയ ശതമാനം ടാക്സ് വളർച്ച ഉണ്ടാവും. അതുതന്നെ ഗവൺമെൻറ് അത്യാവശ്യം, വേറെ രീതിയൊന്നും വേണ്ട. അപ്പം നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, നികുതി വെട്ടിക്കാനുള്ള സഹായം ചെയ്തുകൊണ്ടേ ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ള 2 തല രീതിയാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളത്. അനധികൃത സ്വർണ്ണക്കച്ചവടക്കാരെ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവന്നാൽ 6,000 കോടിയിലധികം രൂപ സർക്കാരിന് നികുതിയായി ലഭിക്കും. 1 കിലോ സ്വർണം കള്ളക്കടത്തായി വിപണിയിലെത്തുമ്പോൾ 4 ലക്ഷം രൂപയിലധികമാണ് ലാഭം. ഇപ്പം നമുക്ക് ഈ ബംഗാളീസിന് ഇഷ്ടംമാതിരി കിട്ടാണ്ട് ഓരോ 10, 25, 50, 60 ബംഗാളീസിനെ വീട്ടിലിരുത്തിക്കൊണ്ട് കള്ളക്കടത്ത് സ്വർണം മേടിച്ചിട്ട് ഓർണമെൻറ്റ്സ് പണിത് വെക്കുന്ന വലിയ മാഫിയകൾ കേരളത്തിലെ എല്ലാ ജില്ലകളും, പ്രത്യേകിച്ച് മലപ്പുറം, തൃശ്ശൂർ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഇത് വളരെ ശക്തമായ രീതിയിലുണ്ട്. അതായത് ഇപ്പം പല ബ്രാൻഡഡ് ഷോപ്പുകളിലും വർക്ക് ചെയ്ത ആൾക്കാരും അത് പല രീതിയിലും വർക്ക് ചെയ്ത ആൾക്കാർ സംഘടിതമായി പുറത്തിറങ്ങുക, എന്നിട്ട് കാറുകളിലും മറ്റൊക്കെ വീടാൻ ആഭരണം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഫുള്ളി നമ്പർ 2 ബിസിനസ് ചെയ്യുന്നൊരു വ്യാപകമായ രീതിയിൽ ഇപ്പം വളർന്നു വരുന്നുണ്ട്. ഇത് ഗവൺമെൻറ് അതിൻ്റെതായ രീതി കാണേണ്ടതുണ്ട്. വാറ്റ് നിയമങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന പീഡനം അവസാനിപ്പിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.